കുട്ടന്റെ മുടി വെട്ടാൻ എനിക്ക് വൈ. നോ പ്രോബ്ലം. ലഞ്ച് ബോക്സ് ഹലോ. അപ്പം നമ്മള് സ്കൂളിൽ വന്ന് അപ്പുക്കുട്ടന്റെ ബുക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഇത് പെട്ടെന്ന് ഞാനിന്ന് വരുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാ കേട്ടോ. അത്രയും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആകെ വയ്യായിരുന്നു. അപ്പോൾ മഴയായതുകൊണ്ട് ഇനിയിപ്പോൾ മഴയത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്ന് സ്കൂളിൽ നിന്ന് വന്ന് ബുക്സൊക്കെ വാങ്ങിച്ചു. അപ്പുക്കുട്ടന്റെ മുടി വെട്ടാൻ എനിക്ക് വയ്യ. അയ്യോ എന്നിട്ട് ഇനി നമ്മൾ നോട്ട്ബുക്കും ബാഗ്സും ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാം. പെർമിഷൻ എടുക്കാം, അച്ഛൻ വന്ന് എടുക്കട്ടെ. ഓക്കെ, അച്ഛനെ പറഞ്ഞു. അപ്പം നമ്മൾ ഇനി നേരെ മഴയുണ്ട് കേട്ടോ നല്ല. ഇനി ബുക്സും ബാഗും എല്ലാം വാങ്ങാൻ വേണ്ടി പോവാണ്. പിള്ളേർ കയറിക്കോ. ഓക്കെ, ഈ സൈഡിൽ ഇരിക്കട്ടെ, ബാഗ് ഈ സൈഡിൽ ഇരിക്കട്ടെ. ആ ഒരു വലിയ കടമ്പ തീർത്തല്ലേ. അതെ, ഇനി നമുക്ക് മഴയും പിടിച്ച് ബുക്ക് വാങ്ങിയപ്പോ അവിടെ മൊത്തം ചെളിയായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും സൈഡിൽ ഇടാം, എന്നിട്ട് കയറാം അല്ലേ. വെയിലില്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. അതെ, അപ്പൊ നമുക്ക് മഴ പിന്നെ നമുക്ക് സഹിക്കാം, സാരമില്ല. അത് മനം തന്നെ ചൂടുകാലമുണ്ട്. അത് എങ്ങനത്തെ ശീലമാണെന്നറിയും. ഫുട്ബോൾ കളിക്കാൻ ഷോക്ക് വലിച്ചു അല്ല വൈബാ ബാസ്കറ്റ്ബോൾ നിരനിരയായി കിടക്കുന്നു. നോക്കൂ ബസ്സുകൾ. ആ 7 ബസ്, നമ്മുടെ ബസ്. ആ 7 അല്ല, ആദ്യമായിട്ടല്ലേ നമ്മള് വാങ്ങിക്കാൻ വന്നേ. അല്ലെങ്കിൽ ഞാനും സീച്ചേട്ടനും കൂടെ എപ്പോഴും ഇറങ്ങാറുള്ളത്. ഇന്ന് മഴ ആയോണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടതായിരുന്നു. അതെ, സാധാരണ നമ്മളല്ലേ പോയി വാങ്ങി. എന്നിട്ട് എങ്ങനെയാ ഞാനും സീച്ചേട്ടനുമായി? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനാ പോയി വാങ്ങിച്ച. അല്ലടാ, ബുക്കും പേപ്പറും അതും വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ അല്ലേ അപ്പുക്കുട്ടാ? അപ്പൂന് കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് വാങ്ങിക്കാനും അപ്പച്ചിയായിരുന്നു വന്ന, യൂണിഫോം വാങ്ങിക്കാനും അപ്പച്ചിയാണ്. കഴിഞ്ഞ തവണ അപ്പച്ചി വാങ്ങിച്ചോണ്ട് നല്ല എരണമായിരുന്നു. അമ്മ കുലുങ്ങുന്നുണ്ടേ ഫോൺ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നില്ലടാ മോനെ. ഇതിനൊക്കെ എരണം എന്തിനാ? എനിക്ക് പിന്നെ എപ്പോഴും നിന്റെ അപ്പച്ചി വാങ്ങിക്കുന്നോണ്ട് എരണത്തെ കുറ്റം പറയാൻ പറ്റൂല. നിന്നോട് പോയി വാങ്ങാൻ പറഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അടുത്തവണ നീ പോയി വാങ്ങിച്ചോ? അടുത്തവണ മാമി പോയി വാങ്ങിക്കട്ടെ. നീ പോടാ. അല്ല, അപ്പൂന്റെ അമ്മ വാങ്ങിച്ചിരുന്നില്ലേ, അപ്പൊ എനിക്ക് മാമി വാങ്ങിച്ചിരുന്നു. എന്ത് അപ്പഴല്ലേ കണക്ക് ശരിയാവും? അല്ലല്ല, മാമി കണക്കിൽ വീക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ കണക്ക് നോക്കാറുണ്ട്. ഈ സമയത്താണ് ഈ പൂ ഇങ്ങനെ വിരിയുന്നത്. നല്ല ഭംഗിയാണ്. ഇത് പണ്ട് ഞങ്ങൾ NSME പഠിക്കുമ്പോഴേ അവിടെ ഉണ്ടായിരുന്നു. ഇത് എടുത്തിട്ട് ഇതിന്റെ താഴെ പൊഴിഞ്ഞു വരുന്ന നഖമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമായിരുന്നു. നല്ല രസമാണ്. ഇത് പൊഴിഞ്ഞു വീഴാൻ ഈ സമയത്തെ ഇത് പിടിക്കും. ഇതിന്റെ താഴെ കാണാം എന്റത്. ഈ കുരുക്കം വേണ്ടി പേരുണ്ടെന്ന് തോന്നി. അശോക ആണോ? അത് ഞങ്ങള് നഖമായിട്ട് എടുത്ത് വെച്ച് കളിക്കുമായിരുന്നു കൊച്ച് 6 വീട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പുക്കുട്ടൻ്റെ സ്കൂളിലോട്ട് പോകുന്ന റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അതുകൊണ്ട് ആ കുലുങ്ങി പൊക്കോണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലത്ത് പോലീസ് ക്യാൻറ്റീനിലെത്തി കേട്ടോ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇതൊന്ന് നേരെ പാർക്ക് ചെയ്തായിരുന്നെങ്കിലോ നമുക്ക് സ്ഥലം കിട്ടിയേനെ. അങ്ങനെ നമ്മൾ പോലീസ് ക്യാൻറ്റീനിലെത്തി കേട്ടോ, ബുക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. തിരക്കുണ്ടെന്ന് തോന്നുന്നു, അവിടെ വന്ന വണ്ടികളാന്ന് തോന്നി കിടക്കുന്ന മുഴുവൻ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങാം അല്ലേ. സാധനങ്ങൾ വാങ്ങിക്കാൻ വലിയ പാടില്ല. ഇടയ്ക്ക് കൊടുത്തെടുക്കാം, പക്ഷെ ബില്ലടിക്കാനാണ്. ഇതിപ്പോൾ കാർഡുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാം എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം പുറത്താണ് കേട്ടോ ഇങ്ങനെ കെട്ടിയേക്കുന്നത്. ഒരുപാട് പേര് വന്ന് ഇങ്ങനെ വാങ്ങുന്നുണ്ട്. മാത്രമല്ല ഭയങ്കര ലാഭത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. എല്ലായിടത്തു നിന്നും വാങ്ങിക്കുന്നതിനെക്കാട്ടി നമുക്ക് ബുക്സൊക്കെ കുറച്ചുകൂടെ ലാഭത്തിലൊക്കെ കിട്ടും. പിന്നെ പുറത്ത് സൈക്കിളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് അപ്പു അവിടെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സൈക്കിൾ ഇരിക്കുന്നമ്മ, അതിരിക്കുന്നമ്മ, ഇതിരിക്കുമ്മ, പോലീസുകാരെന്നാ. പിന്നെ പോലീസുകാർ ആരെ കണ്ടാലും അവന് ഷമ്മി ഇല്ലയോടാ, എന്തോ ഷമ്മിയാ, ഷർബത്ത് ഷമ്മിയാന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. ഞാനിവൻ്റെ ഷർബത്ത് ഷമീർ, മറ്റേ ആട് സിനിമയ്ക്കകത്ത് ഞാനവൻ്റെ വാ പൊത്തിയാട്ടോ ഓടിക്കൊണ്ട് നടന്നത്. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിങ്ങനെ ബാസ്ക്കറ്റ് എടുക്കണം. അപ്പൂനോട് ഞാൻ പറഞ്ഞു എനിക്ക് ബാസ്ക്കറ്റ് വേണ്ട, പക്ഷെ അവൻ നിർബന്ധിക്കുമായിരുന്നു, അമ്മ ഒരെണ്ണം പിടിക്കണം എന്നും പറഞ്ഞ്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ബാഗെല്ലാം അവിടെ വയ്ക്കണം.
എന്നിട്ട് പേഴ്സ് കയ്യിലെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബാസ്ക്കറ്റ് എല്ലാം എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം സ്കൂളിലേക്കുള്ളത് വലിച്ച് വരി എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്. ആദ്യം തന്നെ ബുക്കാട്ടോ എടുത്തത്. അപ്പോൾ അപ്പുക്കുട്ടന് ഒരു സെറ്റ് 2 ലൈൻ ബുക്കും ഒരു സെറ്റ് നമ്മുടെ 4 ലൈൻ ബുക്ക് പിന്നെ 1 ലൈൻ ബുക്ക് അങ്ങനെയാട്ടോ നമ്മൾ എടുത്തത്. അതായത് ഈ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ടുള്ള ബുക്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ എങ്ങും അത് വാങ്ങാൻ വേണ്ടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 ലൈൻ അവന് ഹിന്ദിക്കും മലയാളത്തിനും വേണ്ടി മാത്രം മതി. അതുകൊണ്ട് ഒരു സെറ്റ് മതിയായിരുന്നു കേട്ടോ. അതായത് 6 എണ്ണം. പിന്നെ 4 ലൈൻ കുറച്ചധികം നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് 12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മളോട് കുറേ പേര് വന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം അവരുടെ സമയം കളഞ്ഞ് നമ്മൾക്ക് വേണ്ടി വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ. എല്ലാം ശ്രുചേച്ചി പഠിപ്പിക്കുന്നതുകൊണ്ട് ശ്രുചേച്ചിയാണ് ബുക്കുകളും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. അമ്മയെ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, 2 പേർക്കുള്ള ബുക്സ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പാത്രം നോക്കുമായിരുന്നു കേട്ടോ. ആദ്യം പണ്ട് അപ്പുക്കുട്ടന് ഇതുപോലത്തെ പാത്രമായിരുന്നു ഞാൻ കൊടുത്തത്. പക്ഷെ ഇപ്പം ഇച്ചിരി അവന് വലുതായല്ലോ, അതുകൊണ്ട് അവന് തികയത്തില്ല ഫുഡ്. അതിൽ നമ്മൾ ഈ ഉച്ചയ്ക്ക് കഴിക്കുന്നതല്ലേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്ന് കുറച്ച് കൂടുതൽ കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റീലിന്റെ പാത്രം നോക്കാമെന്ന് വിചാരിച്ചേ. അവര് പോയില്ല പേനയും പെൻസിലും അങ്ങനെയൊക്കെയുള്ളതൊക്കെ അവരുടെ കണ്ണില്. നമുക്കിത് നോക്കാം. നമുക്ക് ലഞ്ച് ബോക്സ് നോക്കേ. ഞാൻ നോക്കാം. എന്നിട്ട് സാകേതിന് പറഞ്ഞു കൊടുക്കേ. എങ്ങനത്തെയാ സാകേത ലഞ്ച് ബോക്സ് വേണ്ടത്? നോ പ്രോബ്ലം. എന്തിനാ ഇത്രയും പെൻസില്? ഒന്ന് എടുത്തോടെ. ഇത്രയും മതിയോ? കുറഞ്ഞു പോയില്ലേ? ആ ചതുരത്തിന്റെ ആ സ്ക്വയർ ഷേപ്പുള്ള ഇതിനകത്ത് കിടക്കുന്നേ ആ ഷേപ്പ്. ഇച്ചിരി കൈയിട്ട് കഴിക്കാനും സ്പേസ് ഉണ്ട്. ആ സാകേതിനുള്ള പാത്രം എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തന്നെ തൊട്ട് ചെറുത് അപ്പുക്കുട്ടനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തപ്പി തടഞ്ഞ അവസാനം അത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടയ്ക്കുന്ന അടപ്പ് ലൂസായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ തന്നെ വേറെ തപ്പാന്ന് വിചാരിച്ചു. വേറെ എടുത്തപ്പോഴും അതിൻ്റെ അടയ്ക്കുന്ന അടപ്പ് ലൂസായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സാകേതിനെടുത്ത് അതേ തട്ടം തന്നെ അപ്പുക്കുട്ടനും എടുത്തു കേട്ടോ. അവൻ ഇച്ചിരി വലുതാണ് എങ്കിലും കൈയിട്ട് കുഴച്ച് തിന്നാൻ കുറച്ച് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ അവന് തട്ടിപ്പറക്കി അങ്ങ് എടുത്തേ. അതുകൊണ്ട് ഇതായിരുന്നു അവന് അപ്പുക്കുട്ടനും എടുത്ത പാത്രം തന്നെ. മറ്റേത് ഇത്തവണ അങ്ങനെ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാവുമ്പോൾ നമുക്ക് കഴുകി വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണെന്നേ. മറ്റേത് അതിൻ്റെ എല്ലാം കൂടെ വലിച്ചിളക്കിയൊക്കെ കഴുകാനും പിന്നെ അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ളതെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതേലെ പാത്രം വേണ്ട, സ്റ്റീൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന്. അപ്പുക്കുട്ടനും സാങ്കേതമാണെങ്കിൽ പെൻസിലും മറ്റേ പേനയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വലിച്ചു പറക്കി എടുക്കുമായിരുന്നു. പിന്നെ ഈ ചെറിയ മാത്രം എന്തിനാന്ന് ചോദിച്ചാൽ കറിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ സാങ്കേതിന് ഒരെണ്ണവും പിന്നെ എനിക്ക് 2 എണ്ണം എടുക്കുന്നത്. ഒരെണ്ണം എൻ്റെ അപ്പുക്കുട്ടനും ഒരെണ്ണം എൻ്റെ സീച്ചേട്ടനും 2 പേർക്കും കറിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നീളമുള്ളത് എടുക്കാൻ ചേച്ചി പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നീളമുള്ളതിൻ്റെ അടപ്പ് ലൂസായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ തട്ടം പോലെ ഇരിക്കുന്ന ചെറുതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കറക്റ്റായിട്ട് അടച്ചു നോക്കി നമ്മൾ വിലയിരുത്തി കേട്ടോ, കറക്റ്റ് തന്നെ അല്ലേന്ന്. അങ്ങനെ അതാണ് നമ്മൾ എടുത്തത്. അപ്പം നമ്മൾ ബുക്ക് എടുത്തു കഴിഞ്ഞു, പിന്നെ പാത്രം എടുത്തു കഴിഞ്ഞു. ഇനി ബുക്ക് പൊതിയാനുള്ള പേപ്പർ എടുക്കാൻ നേരത്ത് ഈ ട്രാൻസ്പെറൻ്റ് അല്ലേ ഇതെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഈ ബ്രൗൺ പേപ്പർ എടുക്കാമെന്ന് കേട്ടോ. അപ്പം ടെക്സ്റ്റ് പൊതിയാനുള്ളതും ബുക്ക് പൊതിയാനുള്ളതും നീളത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നേ, അതായത് വീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വലുത് 2 എണ്ണം ടെക്സ്റ്റ് പൊതിയാനും മറ്റേത് ബുക്ക് പൊതിയാനും. അപ്പം ഞാൻ ഈ കളർ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ആ കളർ ഇഷ്ടമല്ല, ചേച്ചിക്ക് ആ ബ്രൗൺ കളർ മാത്രം ഇഷ്ടമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കളറായിരുന്നു ഇഷ്ടം എന്ന്. പിന്നെ ഞാൻ ചേച്ചിയുടെ ഇഷ്ടത്തിൻ്റെ പുറകിൽ പോയിട്ട് ദാണ്ട ഈ കളർ 5 എണ്ണം സാകേതിന് 5 എണ്ണം അപ്പൂന് 2 എണ്ണം ടെക്സ്റ്റ് പൊതിയാൻ എക്സ്ട്രായും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ടെക്സ്റ്റ് വലിയതാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഷൂ എടുക്കാൻ വേണ്ടി നിന്നു. അപ്പുക്കുട്ടൻ്റെ ഷൂ വേണ്ട കേട്ടോ, കാരണം അവന് നമ്മൾ പണിയിപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ കാല് ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫൂട്ട് ആയതുകൊണ്ട് അവന് നമ്മൾ പണിയിപ്പിച്ചിട്ടുണ്ട് ചെരുപ്പ്. സാകേതിന് ചെരുപ്പ് നോക്കിയപ്പോൾ അവൻ്റെ സൈസിലുള്ള ഷൂ നമുക്ക് കിട്ടിയില്ല. നേരെ പെൻസിൽ വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പുക്കുട്ടനാണ് പെൻസിൽ, സാകേത് ഇപ്പോൾ പേനയും കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അപ്പുക്കുട്ടന് ആവശ്യമായിട്ടുള്ള പെൻസിലുകളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഈ ഒരു മെക്കാനിക്കൽ പെൻസിൽ എന്ന് പറയുന്ന സംഭവം അടിപൊളിയായിരുന്നേ. അതായത് ഇങ്ങനെ നമ്മൾ ടിക് ടാക്ക് പേനയില്ലേ, അതുപോലെ പെൻസിൽ തീരുമ്പോൾ നമുക്കിങ്ങനെ ടിക് ടാക്ക് പോലെ ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ബോക്സ് പോലെ ഇങ്ങ് എടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബില്ലടിക്കാൻ സമയമായപ്പോഴും അവർ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ടും എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മളത് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൂനാണെങ്കിൽ പിന്നെ സാകേത് എന്ത് കാണിച്ചാലും അത് തന്നെ അവനും കാണിക്കും കേട്ടോ. അങ്ങനെ അവൻ പൊട്ടിച്ചുകൊണ്ട് ഇവനും അത് പൊട്ടിച്ചൊക്കെ നോക്കി വിലയിരുത്തി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ദാണ്ട് ഈ ഒരു പെൻസിൽ അപ്പുക്കുട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് ഇതൊരു പാക്കറ്റ് വെച്ചെടുത്തു. നമ്മൾ ഓരോ പാക്കറ്റ് ആട്ടോ. ഈ ഒരു വർഷത്തേക്കുള്ള പെൻസിലുകൾ മൊത്തം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. അടുത്തത് പേന കേട്ടോ. എനിക്ക് എവിടെ പോയാലും പേന എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ സെല്ലോ ഗ്രിപ്പർ, പിന്നെ പിൻ പോയിന്റ്, ഇങ്ങനെയുള്ള കുറേ പേനയുണ്ടല്ലോ. ആ ഒരു പേനയും കൊണ്ടൊക്കെ വെച്ച് എനിക്കിങ്ങനെ എഴുതാൻ ഇഷ്ടമുള്ളായിരുന്നു. അതിൻ്റെ മഷി തീർന്നു കഴിഞ്ഞാൽ ലീഫ്ലർ മാത്രം വാങ്ങിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുമായിരുന്നു കേട്ടോ. കാരണം വീട്ടിൽ അങ്ങനെ സമ്മതിക്കത്തുള്ളായിരുന്നു. അപ്പം ഞാനിങ്ങനെ എഴുതി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള പേനയൊക്കെ ഞാൻ എടുത്തു. ഇവിടെ ശരിക്കും ഉണ്ടല്ലോ പേനയുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടേ. എഴുതുന്ന എല്ലാം നല്ല സുഖമുണ്ട്.
ഇപ്പൊ പേന കഴിഞ്ഞു. ഓക്കെ. കണ്ട് ഓർമ്മയുണ്ടോ ചേച്ചി സെല്ലോ പെന്ന്? ഈ ഒരു പേനയൊക്കെ തുടക്കത്തിൽ എഴുതുമ്പോൾ വലിയ സുഖമില്ലെങ്കിലും അതൊന്ന് സെറ്റായി വന്നു കഴിയുമ്പോൾ ബുക്കിലൊക്കെ എഴുതാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റ് ഓർമ്മയൊക്കെ അടിച്ചു ഈ ഒരു പേനയും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ലെക്സിയുടെ ഒരു പേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സ്ഥിരമായിട്ട് നമ്മൾ എഴുതുന്നത്. മോനെ നിനക്കും സാങ്കേതികമായിട്ടുള്ള ഒരുപോലത്തെ എടുത്തേക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞു കാണി. അത് പക്ഷെ അത് കഴിക്കാൻ പാടാടെ. അതിനകത്ത് സ്ഥലമില്ല, എളുപ്പം മറ്റേതാ സാങ്കേതിക സ്ഥലമില്ല മോനെ. അപ്പുവേ ഈ പാത്രം എടുക്കാം അമ്മ, ഈ പാത്രം മതി. എന്തോതിന് വലുതായി പോയാ, ഇച്ചിരി വലുതായി പോയാ. ലഗൊന്നും വേണ്ട, കൊണ്ടുവച്ച ഇത്രയും പോരാ. നീ വലിയ ക്ലാസ്സിലായി ഇപ്പോ, വലിയ ബാഗ് വേണം. 3-ല് നമ്മള് അന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ബാഗ് ഇല്ല, അത് തന്നെ മേടിക്കാം. അത് തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് കഴിഞ്ഞ വട്ടത്തെ ബാഗ് തന്നെ കൊണ്ടുപോടാ. അമ്മ അതൊന്നും പോരാ, അത് പറഞ്ഞില്ലേ അമ്മ. തിരിഞ്ഞ കാണിച്ചേ. അപ്പുക്കുട്ടനാണെങ്കിൽ അവിടെയുള്ള ഓരോ ബാഗും എടുത്ത് അവൻ്റെ തോളയിൽ ഇട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഈ ബ്ലാക്ക് അവൻ ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇതാണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നോക്കട്ടെ അപ്പു, അപ്പു തിരിഞ്ഞ ബാഗ് ഇത് തിരിയാൻ. എന്നാ ശരി, ഇതെടുത്തോ. 5 അറയില്ലേ? 5 അറയുണ്ട്, എടുത്തോ. 5 അറയുണ്ട്. അടി പേപ്പർ ഞാനാണ്. ഉണ്ട്. വിടറാ അപ്പു മോനെ. അത് കാണുന്ന അപ്പ അതിന്റെ ഉള്ളിൽ ചെന്ന്. എനിക്ക് ഇത് മതി. എനിക്ക് ആ ബാഗ് വേണം. കാണിച്ചേ അപ്പു, ഇത് നോക്കിയേ അപ്പു. എല്ലാം വേണ്ട, എനിക്ക് ബ്ലൂ മതി. അതാടാ നല്ലേ. അമ്മ വേണ്ടാന്ന് പറഞ്ഞു വെച്ചില്ലേ? നീയല്ലേ വേണ്ടാന്ന് പറഞ്ഞേ? ആൾക്കാര് നോക്കും. അപ്പൊ അപ്പുവിന്റെ ബാഗ് ഇത്. നീ പോയി തപ്പ്. അത് 800 അല്ല, 1500. നമ്മൾ 1600 വരും, അല്ലെങ്കിൽ 1060. വേണ്ട, 1,00,000 കൊടുത്തേക്ക്. അത് മതി. എടാ ഇതാടാ നല്ലതാ. എടാ അപ്പു, എടാ അതാ അപ്പു മോനെ. എന്നാ നീ മറ്റേതെടുക്ക്. അല്ലടാ ഇതാ നല്ല ഭംഗിയുണ്ട്. എടാ നിങ്ങൾക്ക് ഒരാഴ്ച നിനക്ക് ആ ബാഗ് ഉണ്ട്, ഒരാഴ്ച അവൻ ആ ബാഗ് കൊണ്ടുപോവാം. സെറ്റ്. ആ, രണ്ടുപേർക്കും മാറ്റാം. എടാ അപ്പു പ്രോമിസ് ആയിട്ടും കൊള്ളത്തില്ല. അകേതെ അത് അവൻ നിന്റെ കൈ തന്നില്ലേ? നീ ഇനി എരികെട്ടത് മിണ്ടാതിരി. തിരിഞ്ഞു വന്നേ. ആ ഓക്കെ പോ. ഇടിനാശവും വെള്ളപ്പൊക്കവും ആയിരുന്നു. അവിടെ രണ്ടും കൂടി ഇടിനാശവും വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ. അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഇനി അടുത്ത സെക്ഷനിൽ ഞാൻ കുപ്പി നോക്കാൻ വേണ്ടി വന്നേ കേട്ടോ. ആദ്യം ഞാൻ എടുത്ത കുപ്പി ഇതാണ്. പിന്നെ ഞാൻ കുറേ എണ്ണം എടുത്തെടുത്ത് നോക്കി കേട്ടോ. ഈ നോക്കിയതിലെല്ലാം എനിക്ക് ആദ്യം ഞാൻ എടുത്തത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അതിന് കുറച്ച് വെയിറ്റ് കുറവാണ്, പിന്നെ കുറച്ച് നല്ലപോലെ ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ കുപ്പി തപ്പിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ തവണ ഒരു ഓറഞ്ച് കളറിലെ കുപ്പി കേട്ടോ എടുത്തത്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തെ കളർ ഇങ്ങനെ നമുക്ക് ചുരണ്ടി ഇളക്കി കളയാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് ഇത്തവണ കളറൊന്നും ഇല്ലാത്ത സാധാ സ്റ്റീൽ പോലത്തെ വെയിറ്റ് കുറഞ്ഞത് നോക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്.
വിചാരിച്ചത്. അങ്ങനെ ഞാൻ ദാണ്ട ചേച്ചിയുടെ കയ്യിലിരിക്കുന്നതും ചേച്ചി എൻ്റെ കയ്യിലിരിക്കുന്നതും കേട്ടോ എടുത്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ അത് ചേച്ചിക്ക് കൊടുത്തിട്ട് മറ്റേത് ഞാനും വാങ്ങിച്ചു. കാരണം ഓൾറെഡി ചേച്ചി എടുത്തതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഓൾറെഡി ഇവരുടെ ബുക്കും പാട്ടയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും അതിന് നല്ല വെയിറ്റ് വരും. അപ്പോൾ പിന്നെ കുപ്പിയെങ്കിലും കുറച്ച് വെയിറ്റ് കുറഞ്ഞത് ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും എടുത്തു, ചേച്ചി മറ്റേതും എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുക്കുട്ടനാണെങ്കിൽ ചെസ്സ് ഇപ്പോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാകേതാണ് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എനിക്ക് തുറന്ന് വാങ്ങി തരുമെന്നും പറഞ്ഞ് വന്ന് നിപ്പായി. ബാക്കിലോട്ട് കാണിച്ചേ. ഇത് മടക്കിയാ മതി, ഇത്രയും വലുത്. എനിക്ക് വേണം ചെസ് ബോർഡ്. അമ്മൂമ്മ എന്റെ ചെസ് ബോർഡ് എറിഞ്ഞു പൊട്ടിച്ച്. അത് വഴക്കാളിയായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. വഴക്കാളിയാ എന്തോ. ചെസ് ബോർഡ് ഞാൻ വാങ്ങി കൊടുത്തില്ല കേട്ടോ. പിന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയായിട്ട് അവസാനം പിന്നെ അത് ഞാൻ എറിഞ്ഞു പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് തന്നെ വച്ചു, നല്ലത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ താണ്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ലഞ്ച് കിറ്റ്. അപ്പോൾ അപ്പുക്കുട്ടൻ അമ്മ ഇത് വേണോ, അവനിങ്ങനെ ലഞ്ച് കിറ്റിൽ കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല, അവൻ എല്ലാം കൂടെ പറക്കി ബാഗിൽ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഞാൻ എടുത്തു, ഇല്ലെങ്കിൽ അവൻ്റെ ചോറൊക്കെ ലീക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ബാഗിൽ ഫുൾ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് 2 എണ്ണം ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അപ്പുക്കുട്ടനാണെങ്കിൽ ചെസ് ബോർഡ് കൊണ്ട് വന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ അത് എടുത്തിട്ടില്ല, നമ്മൾ മാറ്റിയിട്ട്. അതിന് ക്വാളിറ്റിയും കുറവായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ബില്ല് ചെയ്യുന്ന സമയമായപ്പോൾ രണ്ടും കൂടെ വന്ന് എൻ്റെ ചെവിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തോണ്ട് അത് ചെവി പൊത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതുങ്ങളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോഴാണ് വീട് ഉറങ്ങി പോകാൻ പോകുന്നത്. 2 സൈഡിൽ തരുമെന്ന് വരും. നല്ല മഴ പെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മഴയല്ലേ പുറത്ത്. ഷൂ കിട്ടിയില്ലല്ലേ അപ്പൂന്? ഇനി എന്ത് കിട്ടാനുള്ള? എല്ലാം കിട്ടിയല്ലോ, കിറ്റും എല്ലാം ആയി. അടങ്ങിയിരിക്കും. ഇനി അപ്പൂ വെളിയിലെടുത്ത് വെക്കണം. അങ്ങനെ ബില്ലടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവിടുത്തെ കുട്ടി പറഞ്ഞത് അതെല്ലാം കൂടെ എടുത്ത് പുറത്തോട്ട് ഓരോന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പിള്ളേർ 2 സൈഡിൽ നിൽക്കുന്നുണ്ട്, നമുക്കൊന്നും എടുത്ത് വെക്കേണ്ടി വന്നില്ല കേട്ടോ. അവർ 2 പേരും കൂടെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ബില്ലടിക്കാൻ നേരത്തെ ഇപ്പുറത്ത് എത്ര രൂപയായെന്ന് കേട്ടോ ഞങ്ങളിങ്ങനെ നോക്കിക്കോട്ട് നിൽക്കുന്നത്. നെഞ്ചിടിച്ച് അയ്യോ എത്ര രൂപയായെന്ന്. പക്ഷെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ ഓരോന്നിനും. നമ്മൾ പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരുപാട് ലാഭം കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ ബില്ലൊക്കെ അടിച്ച് സെറ്റാക്കി പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. ബില്ല് എത്ര വരും എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ ആകാംക്ഷരായിട്ട്. എത്രയായി? ഓക്കെ. ഇവന്മാരെ 2 പേരെയും കുറച്ച് നേരം എന്തായാലും ഒരുപാട് വലിയ എമൗണ്ടിലോട്ട് പോയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേർക്കൂടെയുള്ള സാധനങ്ങൾക്ക് അത്രയും വലിയ എമൗണ്ടിലോട്ടൊന്നും പോയിട്ടില്ല. 2 പേർക്കുമുള്ള സാധനങ്ങളെല്ലാം ബില്ലെല്ലാം അടച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ഇനി അവിടെ റീചെക്ക് ചെയ്യും കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് അവർ രണ്ടാമതും എടുത്ത് നോക്കിയിട്ടാണ് കവറിലൊക്കെ വെക്കുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു കാറും എടുത്തിട്ട് വരാം. അങ്ങനെ ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു കാർ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ചുമക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വരുന്നോ? സാകേത് വരുന്നോ? അപ്പോൾ വീട്ടിൽ നിന്ന് ടാബ് എടുത്ത് കുത്തിയിട്ടോണ്ട് വന്നേക്കാണേ. ടാബ് കുത്തിയിട്ടിട്ട് വന്നേക്കാം. അതിന്റെ സ്വിച്ച് കിടത്തിയില്ലെന്നും പറഞ്ഞാണ് ഈ വെപ്രാളം പിടിക്കുന്നത്. നമ്മള് ഇവിടെ മൊത്തം വെള്ളമാണ്, നമ്മുടെ കാല് മൊത്തം വെള്ളമാവും. ഫ്രണ്ടിൽ നടക്കും. സാരില്ല, ബാ അങ്ങോട്ട്. എത്ര പറഞ്ഞാലും അപ്പുക്കുട്ടൻ അനുസരിക്കത്തില്ലായിരുന്നേ. ചെരുപ്പില്ലാതെ നമ്മുടെ അഴുക്ക് വെള്ളത്തിലൊക്കെ കിടന്ന് കളിയും ബഹളമൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം കാലില് കുരുപ്പ് വന്നു അല്ലേ അപ്പു? അതുകൊണ്ടിപ്പം ഇച്ചി വെള്ളത്തിൽ കാലും കൊണ്ട് തൊടത്ത് പോലും ഇല്ല. അതാ ഈ പണ്ടത്തെ പഴഞ്ചൊല്ലുണ്ടല്ലോ, അറിയാത്ത വെള്ളച്ചോറിയും പറയുന്നു. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അപ്പു. ഇനിയിപ്പോൾ നമ്മൾ കാറെടുത്തിട്ട് നേരെ അകത്തോട്ട് ചെല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടെ പറക്കിയെടുത്ത് വെക്കാൻ പറ്റുമല്ലോ. നമ്മൾ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. വേണ്ട, അങ്ങനെ ഞങ്ങൾ കാർ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ അതിന്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. അകത്തോട്ട് കയറ്റാന്നാ വിചാരിച്ചത്, പക്ഷെ അവിടെ തിരിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് അകത്തോട്ട് കയറ്റിയില്ല കേട്ടോ. പിന്നെ ചേച്ചിയാണെങ്കിൽ 3 കവർ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പാവ ബുക്സ് എല്ലാം എടുത്ത് ഡിക്കിയിൽ കൊണ്ടുവച്ചു. കഴിഞ്ഞോ? ഇത്ര ഉള്ളോ? അടഞ്ഞു കാണും. മുറുക്കിയല്ലേ അടച്ചേ? മതി. അടഞ്ഞില്ലെങ്കിൽ സാധനം മൊത്തം പോയി. നോക്കിക്കേ.
ഇല്ല, അടഞ്ഞ് ഇല്ലെങ്കിൽ ഡിക്കി തുറന്നു കിടക്കുവാന്ന് കാണിക്കും. പോവാ. നീ എങ്ങോട്ടാടാ ഇനി? അമ്മയുടെ ചെലവ്. പക്ഷെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. കുഴപ്പമില്ല, നമ്മുടെ സാധനങ്ങളൊക്കെ കാണിച്ച് വയറ് കത്തി വീട്ടിൽ പോകാൻ പോവാ. വിശക്കുന്നു. ഫുഡ് അങ്ങനെ നമ്മള് ബാഗും ബുക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് വയറ് കത്തി വിശന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. വിശന്നിരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ വാങ്ങണം എന്നൊരു ഐഡിയ കാണത്തില്ല. അങ്ങനെ ഓർഡർ ചെയ്യാൻ ഞാൻ തുടക്കം ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ആദ്യം എല്ലാവരുടെയും കൈ കൊടുത്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കണ്ണാടി നോക്കി, കണ്ണാടിയല്ല ഫോണും നോക്കി ദാണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ. എനിക്ക് ഒരു സ്പെഷ്യൽ ഷേക്ക് രണ്ട് വേറെ വേറെ വാങ്ങിക്കടാ. ഞാൻ പറയുന്നേ എനിക്ക് ചോക്ലേറ്റ് മതി, അതോ സ്ട്രോബെറി വേണം? ചോക്ലേറ്റ്. അച്ഛന് ചോക്ലേറ്റ്, എനിക്ക് ഓറിയോ സ്പെഷ്യൽ മിൽക്ക് ഷേക്ക്. എനിക്കും വേണം ഒത്തിരി. തരാം, എനിക്കും തരണം. ചേച്ചിക്കോ? ബട്ടർ സ്കോച്ച് ഓറിയോ സ്പെഷ്യൽ എനിക്കും വേണം. നമ്മള് സ്ഥലം മാറിയിരുന്നു. നമ്മള് സ്ഥലം മാറിയിരുന്നു. അവിടെ ഭയങ്കര വെട്ടം അടിക്കണം, അതുകൊണ്ട് നമ്മള് സ്ഥലം മാറിയിരുന്നു. എടാ, നിങ്ങൾ ഫുഡ് കഴിക്കത്തില്ല? ഫുഡ് കഴിക്കുന്ന അപ്പോ പറഞ്ഞ അനുസരിക്കപ്പോ. ഓർഡർ ചെയ്തപ്പോൾ ഈ സാധനം ആദ്യം കൊണ്ടുവരട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും നേരത്തെ ഇത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇവരിത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ടായിരിക്കാം അവിടെ ഭയങ്കര ഈച്ചശല്യമായിരുന്നു കേട്ടോ. ഫുൾ ടേബിളിലും ഈച്ചകളായിരുന്നു. അപ്പം അങ്ങനെ വന്നിരുന്ന സാധനങ്ങളെല്ലാം ചേച്ചി എടുത്തങ്ങ് മാറ്റുമായിരുന്നു കേട്ടോ. അതെടുത്ത് വേസ്റ്റിലോട്ടങ്ങ് മാറ്റുമായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റൂല. അങ്ങനെ ഇത് വന്നിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവന്മാരെല്ലാം കുറേശ്ശെ എടുത്ത് മുക്കി കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരാൾക്ക് ചെറിയ രീതിയിൽ, അതായത് ക്വാർട്ടർ മന്തി ആട്ടോ വന്നത്. അപ്പുക്കുട്ടനാണെങ്കിൽ അൽഫാമാണ് വന്നത്. എനിക്കാണെങ്കിൽ ബിരിയാണി ആട്ടോ വന്നത്. ആദ്യം വന്നത് ബീഫാണ്. അപ്പോൾ എനിക്കിപ്പോൾ ബീഫ് അങ്ങനെ കഴിച്ചുകൂടാത്തതുകൊണ്ട് ഞാനത് പാഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത്. ചേച്ചിക്കും ബീഫ് എന്തോ ചേച്ചി കഴിച്ചത്, ബീഫ് ബിരിയാണി എന്തോ ആണ് കേട്ടോ ചേച്ചി കഴിച്ചത്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ചിക്കൻ ഫ്രൈയുടെ കാല് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ പണ്ട് കൊച്ചിലെ ജഗതി സിനിമയ്ക്കകത്ത് ഇങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് അങ്ങനെ വറുത്ത് തരാൻ. കാരണം പണ്ട് നമ്മുടെ സമയത്തൊന്നും ഇങ്ങനെ ചിക്കൻ വറുത്തൊന്നും അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. പക്ഷേ ഇതുപോലെ കാലെടുത്ത് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ കൊതിയോടെ നോക്കിയൊരു സമയമുണ്ടേ. അപ്പോൾ അത് ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ കാല് കഴിക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഒരു കാൽ ബിരിയാണിയെ കഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി അതും പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഒരുമിച്ച് എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ താണ്ടി ഈ ഒരു ചോക്ലേറ്റ് അപ്പുക്കുട്ടൻ കുറച്ച് കഴിച്ചു. ബാക്കി ഞാനിങ്ങനെ കഴിച്ചു നോക്കിയിട്ട് അതും ചേച്ചി ഒന്ന് കഴിക്കുന്നു പറഞ്ഞ് അതും ചേച്ചിയെ കൊണ്ട് തന്നെ അങ്ങ് കഴിപ്പിക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. പാവം ചേച്ചി ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എടുത്ത് വെച്ചിരുന്ന് കഴിച്ചു. പനി എങ്ങനെ ഉണ്ടമ്മ? ഇറങ്ങടാ, തിന്ന് മത്ത് പിടിച്ച് ഇറങ്ങാൻ. ചെറിയ കവർ എന്തൊരു ഒന്നെടുത്ത് തരുമോ? ഞാൻ എന്റെ പെൻസിലെല്ലാം ഉണ്ട്, ഞാൻ എടുത്തത്. നമ്മുടെ എല്ലാ പെൻസിലും ഉണ്ട് കേട്ടാ. നിക്കപ്പൂ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഉപ്പുക്കുട്ടാ, അച്ഛനാണെങ്കിൽ ഉച്ചയുറക്കത്തിൽ മുറിയിൽ കിടന്നാട്ടോ സംസാരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റാത്തത്. ഞങ്ങളാണെങ്കിൽ സാധനങ്ങളെല്ലാം കൂടെ പറക്കി എടുത്ത് വെച്ച് കേട്ടോ. കാരണം സാകേതിൻ്റെ അപ്പൂൻ്റെയും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ കവറിലെല്ലാം കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ അതല്ല, ഇനി ഇവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മാറ്റിയെടുക്കണം. പൊന്നേ,
ചേച്ചി ഈ തട്ടിയത് ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഒന്നെങ്കിൽ ഒരു തവണ ഉണ്ടല്ലോ, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ് ചേച്ചി തുണി വിരിക്കാൻ മോളിൽ പോയിട്ട് തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പട്ടേന്നിങ്ങനെ ഇടിച്ചിടിച്ച് താഴോട്ട് വന്നു കേട്ടോ. അത് ഞാൻ അവിടെ നിന്നങ്ങ് ചിരിയോട് ചിരിയായിരുന്നേ. ഒരാൾ വീടുമ്പോൾ ചിരിക്കരുതെന്നാണ്, പക്ഷേ എനിക്ക് ആദ്യം ചിരി വരും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, അതോ പിറ്റേ ആഴ്ചയോ, ഞാൻ പട്ടേന്ന് ഇടിച്ച് താപ്പോട്ട് വന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരാഴ്ച നടു ഉളുക്കി കിടപ്പായിരുന്നു. അപ്പോൾ വന്ന് ചൂട് മൊത്തം വച്ച് തന്നത് ചേച്ചിയായിരുന്നേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിക്കൂല, കാരണം മറ്റേ ആഴ്ച എനിക്കും കിട്ടും ഈ പണി. അങ്ങനെ ഞങ്ങൾ ബുക്കുകളും റബ്ബർ, കട്ടർ, പെൻസിലുകൾ, പേനകൾ, ബുക്സ് എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടിട്ട് സാകേതയും അപ്പും കൂടെ വന്നിരുന്നിട്ട് അവരവർ ഏതാ എടുത്തതെന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പു ആ പെൻസിൽ എനിക്ക് തരുവോടാ, ചേട്ടാ ഈ പെൻസിൽ എനിക്ക് തരുവോടാ, ഇത് രണ്ടും പറഞ്ഞിട്ട് എല്ലാത്തിനും പൊട്ടിച്ച് ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, 2 എണ്ണവും കൂടെ വേണ്ടിയിട്ട്. പിന്നെ അപ്പൂപ്പനൊക്കെ ഇടയ്ക്ക് കൊണ്ട് കാണിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ സാകേത്. അങ്ങനെ 4 ലൈൻ ഇതിൻ്റെ അകത്ത് നമുക്ക് മിസ്സായി പോയത് ഒരു കോളം ബുക്ക് നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തതുകൊണ്ടാണ് ചേച്ചി ബില്ലിൽ നോക്കിയിട്ട് അത് വന്നിട്ടുണ്ടോ എന്നാണ് ഈ ചെക്ക് ചെയ്തുകൊണ്ട് നോക്കുന്നത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ബില്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് നോക്കത്തില്ല. പക്ഷേ എൻ്റെ അച്ഛനും നോക്കും, ചേച്ചി നോക്കും, അമ്മയും നോക്കും, എല്ലാവരും നോക്കും കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കാനുള്ള മടി കൊണ്ട് ഞാനിരുന്ന് നോക്കത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ കോളം ബുക്ക് എടുത്തിട്ടില്ലെന്ന്. പിന്നെ ആ ബുക്ക് മാത്രം നമുക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കാം. ഇനി അപ്പുക്കുട്ടൻ അല്ലെങ്കിലും ലഞ്ച് ബോക്സ് പതിയാനുള്ള ടവല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോയി വാങ്ങാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാനാണെങ്കിൽ അവൻ്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ചേച്ചി കേട്ടോ, നമ്മൾ സ്കൂളിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കയ്യോടങ്ങ് മടക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഈ ബുക്ക് പൊതിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്ന മുന്നേയും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകളിൽ, അതായത് പിള്ളേരുടെ ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ പൊതിയിട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നീറ്റായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ ബുക്കൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അപ്പുക്കുട്ടൻ്റെ ടെക്സ്റ്റ് എല്ലാം ഞാൻ കറക്റ്റായിട്ട്, ടെക്സ്റ്റുകൾ കേട്ടോ, ബുക്കുകൾ നമ്മളിതുവരെ പൊതിയിട്ട് തുടങ്ങിയില്ല, ടെക്സ്റ്റ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് പൊതിയെല്ലാം ഇട്ട് പൊതിഞ്ഞു കേട്ടോ. ഇനി നെയിം സ്ലിപ്പ് വാങ്ങണം. അതിന് ഞാൻ കടയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പ് വാങ്ങുമ്പോൾ അത് വാങ്ങിച്ചിട്ട് പൊതിയാന്ന് വിചാരിച്ചു. അമ്മ എൻ്റെ അടുത്തിരുന്ന് കഥ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബോറടിക്കുന്നില്ല. ഞാൻ കൈയോട് ഇതെല്ലാം അങ്ങ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ സിനിമ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ടിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് ചെയ്തോളും. അത് കഴിഞ്ഞ് ചേച്ചിയാണെങ്കിൽ പുറത്ത് ട്യൂഷൻ എടുക്കുകയാണ് കേട്ടോ. അപ്പുക്കുട്ടനും അവിടെയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പുക്കുട്ടൻ ഇടയ്ക്കൊക്കെ കയറി അകത്തോട്ട് വരുന്നത്. കാരണം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നുറുക്കു പണികളൊക്കെ ചെയ്യുന്നത് ഭയങ്കര പാടാണല്ലോ. അത് കഴിഞ്ഞ് കയറി വന്നിട്ട് അമ്മ ഒറ്റയ്ക്ക് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഭയങ്കര സങ്കടപ്പെട്ടു കേട്ടോ. കാരണം എനിക്കിന്ന് നടു കഴിക്കും. നമ്മളൊരു 45 മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് നടു കഴിക്കുമല്ലോ. അങ്ങനെ എനിക്ക് നടു കഴിക്കുന്ന കണ്ടിട്ട് അവനെന്നെ അമ്മ ഒറ്റയ്ക്ക് എന്തിനാ പൊതിയുന്നത്, ഞാനിവിടെ വന്ന് പൊതിഞ്ഞ് തരാലോ, എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ച് തന്നാൽ അത് ചെയ്യണ്ടെന്ന് കേട്ടോ ഈ വന്നെല്ലാം പറഞ്ഞു തന്നിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല മോനെ, അമ്മയ്ക്ക് സന്തോഷം, അപ്പുക്കുട്ടൻ നന്നായിട്ട് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് ഞാനങ്ങ് സൈഡിലോട്ട് വിട്ട് കേട്ടോ. അങ്ങനെ താണ്ടെ എല്ലാം പൊതിഞ്ഞ് സെറ്റാക്കി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമാണ് ഗൈസ്. അങ്ങനെ ബുക്ക് ടെക്സ്റ്റ് എല്ലാം ഞാൻ പൊതിഞ്ഞു. വേണം എനിക്ക് തരുമോ നൈറ്റ് ആദ്യം എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആട്ടാം. ഓ ഇല്ല സാധനം അടുക്കി വെക്കുന്ന വലിയ കിട്ടിയില്ലെങ്കിൽ നമുക്കത് അടുക്കി വെക്കാം. എന്നിട്ടില്ല ഇങ്ങനെ ബോക്സ് കണക്ക് അടുക്കി വെച്ചാൽ മതി. ചേച്ചിക്ക് തുണി അടുക്കി പറക്കി വെക്കുന്ന ഭ്രാന്തം ഉണ്ടായോണ്ട് കുഴപ്പമില്ല. ഇതും അതേ കണക്കൊക്കെ കത്രിക അത് ഒരു കളിയില്ല. ആലോചിക്കാം, നല്ലതാ. അതുകൊണ്ടേ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് നൈറ്റി വെക്കാനൊന്നുമില്ല. നൈറ്റി വെക്കാനാ എന്റെ അലമാര ആള് കണ്ടില്ലല്ലോ. ഓ ഇങ്ങനെ കൊള്ളാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടുക്കി വെക്കും. എന്റെ അകത്ത് വെക്കാം. ഇങ്ങനെ വലിച്ചെറിഞ്ഞോന്ന് എടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കാം. ഷഡ്ഡിയും പ്രായം ഒക്കെ വെക്കാം. ആട്ടമ്മ ആലോചിച്ചിട്ട് എന്താണ് ഒരെണ്ണം എനിക്ക് തരുന്നതിന് ആലോചിക്കാൻ. തരാം. ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട്. അന്നേരം അത് വന്നിട്ട് തന്നാ മതി. 2 എണ്ണം തരാല്ലേ. അയ്യടി മനമേ തീപ്പെട്ടി ഗോലേ. എന്തായാലും എന്റെ നൈറ്റി ഒന്നേ കൊള്ളത്തില്ലല്ലോ. പഴയ നൈറ്റികളെല്ലാം ഞങ്ങളെ പോലെ കളയും. എനിക്ക് തോനെ കളയും. എനിക്ക് എന്റെ എല്ലാം മൂട് കയറിയ നൈറ്റികളാ തോന്നുന്നത്. അതൊക്കെ ഞാൻ കളയും. ഇപ്പൊ ഇട്ടിരിക്കുന്ന അയ്യോ
മൊബൈലിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വന്ന് എന്തെടുക്കാൻ പോവാ? ആ ഞാൻ മറന്ന്. ലക്കിക്കുള്ള ചോറ് ഇനിയിപ്പോ വെക്കണ്ടല്ലോ. ആ ഇല്ലേ ഞാൻ മറന്നേനെ. ഞാൻ വീട്ടിൽ പോയി ഇനിയിപ്പോ ഇപ്പൊ കണ്ണാടിങ്ങ അമ്മനെ നശിപ്പിക്കല്ലേ. എനിക്ക് ലൂസായി കണ്ണാടി. അതാ വേണ്ട വണ്ടി എടുക്കുക. എന്തൊരു ചൂട്. ഫ്രണ്ട് സീറ്റിൽ തറയെ വെക്ക്. ഓക്കെ ഇറങ്ങ ഇറങ്ങ് പോയി കേറ്. ആ ഇറങ്ങ് പോയി കേറ്. ഇറങ്ങി പോയി കേറാ. ഞാൻ വണ്ടി എടുക്കുവാന്ന്. ടാറ്റാ ടാറ്റാ. ഞാൻ ഒറ്റയ്ക്ക് ബുക്കിൽ കവർ ഇട്ടെന്നും പറഞ്ഞിരുന്ന് കരയുന്നു. ഇങ്ങോട്ട് നോക്ക്. എന്തിനാ കരയുന്നേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു മോനെ. ഈസി ആയിരുന്നു കേട്ടോ. കേട്ടോ അമ്മ ഓക്കെ. അമ്മയുടെ പൊന്നുമോന്റെ അല്ലേ. അപ്പൊ മോൻ നന്നായിട്ട് പഠിച്ചാ മതി. അപ്പൊ അമ്മയ്ക്ക് സന്തോഷാവും. ഓക്കെ എന്നാ കണ്ണീരൊക്കെ തുടക്കി. ഓക്കെ അല്ലേ? വലിയ കൊച്ചായി കഴിഞ്ഞിട്ട് വേണം എനിക്ക് രാവിലെ അപ്പുക്കുട്ടനെ അടുക്കളയിൽ കയറ്റാൻ, പാത്രം കഴിക്കാൻ, എന്റെ തുണി കഴിക്കാൻ, എനിക്ക് ചോറുണ്ടാക്കി തരാനും ഒക്കെ ഇനി അപ്പുവാട്ടോ. ഓക്കെ നമുക്ക് പോവാം. ഓക്കെ.